ഞാൻ നിങ്ങളുടെ ദിവ്യ ടീച്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റത്തിലുള്ള 3 കണങ്ങൾ, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയെ കുറിച്ച് പഠിച്ചു. ന്യൂക്ലിയസ് ഒരു കണമല്ല, ന്യൂക്ലിയസ് എന്താണ്, ആറ്റത്തിന്റെ മധ്യഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താണ് ഇലക്ട്രോണിന്റെ പ്രത്യേകതകൾ? ഇലക്ട്രോൺ എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അതുപോലെ പ്രോട്ടോണിന് എന്ത് ചാർജാണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. P ഫോർ പോസിറ്റീവ്. ആ ഒരു ഐഡിയ വെച്ചിട്ട് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അതുപോലെ ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്ത ആറ്റത്തിലെ ഒരു കണമാണ് എന്ത്, ന്യൂട്രോൺ എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവയൊക്കെ കാണപ്പെടുന്നത് എവിടേക്കാണ്? ഇലക്ട്രോൺ കാണപ്പെടുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിന് പുറത്താണ്. ന്യൂട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. അതുപോലെ തന്നെ പ്രോട്ടോൺ കാണപ്പെടുന്നത് ഇവിടെ തന്നെയാണ്, ന്യൂക്ലിയസിൽ തന്നെയാണ്. കാരണം റുദർഫോർഡ് പറഞ്ഞിരുന്നു പോസിറ്റീവ് ചാർജുകളെല്ലാം ന്യൂക്ലിയസിൽ തന്നെ കൂടിച്ചേരുന്നു, അല്ലെങ്കിൽ അവർ ന്യൂക്ലിയസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ന്യൂട്രോണും പ്രോട്ടോണും എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ പുറത്താണ് കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് അവയുടെയൊക്കെ ഭാരം. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തേക്കാൾ വളരെയധികം ഭാരം കുറഞ്ഞ ഒരു കണമാണ്. അതായത് അതിന്റെ ഭാരം അത്ര കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടല്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തേക്കാൾ ഭാരം കുറഞ്ഞ ഒരു കണികയാണ്. പിന്നെ പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജന്റെ ഭാരത്തിന് തുല്യമാണ്. ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജന്റെ ഭാരത്തിന് ഈക്വലന്റ് ആണ് എന്തിന്റെ ഭാരം, പ്രോട്ടോണിന്റെ ഭാരം. അതുപോലെ തന്നെ ന്യൂട്രോണിന്റെ ഭാരം എന്തിന് ഈക്വൽ ആണ്, ഹൈഡ്രജൻ ആറ്റത്തിന് ഈക്വൽ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത്, നമ്മളൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റി തുടക്കത്തിലെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴാണ് ആ ആക്ടിവിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ പഠന പ്രവർത്തനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോൺ ഡാൾട്ടന്റെ 6 പ്രസ്താവനകൾ നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു. പക്ഷെ ആ പ്രസ്താവനകളിൽ ഒന്ന് ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു പഠന പ്രവർത്തനത്തിലുള്ള നിരീക്ഷണം നമുക്ക് മനസ്സിലാക്കി തരിക. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, ആറ്റം ഈസ് നോട്ട് ഡിവിസിബിൾ. പക്ഷെ നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ആറ്റത്തിൽ 3 കണങ്ങളുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന 3 കണങ്ങൾ ആറ്റത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഡിവിസിബിൾ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് വീട്ടിൽ നിന്ന് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പഠന പ്രവർത്തനമാണ്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്തിട്ട് അതിന്റെ നിരീക്ഷണം എന്താണെന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അത് ടൈനി പീസസ്, അതായത് വളരെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് മാറ്റിയതിന് ശേഷം ഒരു ചീപ്പ് എടുക്കുക. നമ്മൾ തലമുടിയൊക്കെ ചെയ്യുന്ന ചീപ്പ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ തലയിൽ, അതായത് നിങ്ങളുടെ മുടിയിൽ ഒന്ന് റബ്ബ് ചെയ്യുക. അപ്പോൾ ഓയിലി ആയിട്ടുള്ള ഹെയർ ആവരുത്, എണ്ണമയം ഇല്ലാത്ത മുടിയായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിലി വന്നു കഴിഞ്ഞാൽ, ആ ഒരു ടച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പൊ നിങ്ങൾ രാവിലെയൊക്കെ എണീറ്റിട്ട് കുളിക്കുന്നതിന് മുന്നേ ചെയ്യാവും ബെറ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എണ്ണമയം ഇല്ലാത്ത നിങ്ങളുടെ തലയിൽ ജസ്റ്റ് അതൊന്ന് റബ്ബ് ചെയ്യുക. ആ കോമ്പ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പേപ്പറിന്റെ അടുത്തേക്ക് ആ കോമ്പ് ഒന്ന് പിടിച്ചു നോക്കുക. അപ്പൊ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്നൊന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. അതേപോലെ തന്നെ ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ അതും ഒന്ന് ജസ്റ്റ് തലമുടിയിൽ ഒന്ന് റബ്ബ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ചുമരിലേക്ക് ഒന്ന് വെച്ച് നോക്കുക. നിങ്ങളുടെ വീടിന്റെ ചുമരിലേക്ക് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക. റബ്ബ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ചുമരിലേക്ക് വെക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ അത് എന്താണ് എന്നുള്ളത്, ആ നിരീക്ഷണം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, അത് മാത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ജസ്റ്റ് ഒന്ന് എഴുതുക. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതുക, അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് അതിൽ കിട്ടിയ ഒബ്സർവേഷൻ അതും ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ആറ്റത്തെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആറ്റത്തെ കുറിച്ച് വീണ്ടും പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ആറ്റത്തെ കുറിച്ച് അവസാനമായി ഇപ്പൊ നമ്മൾ കണ്ട പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം ആറ്റത്തിന് ഒരു മോഡല് ഉണ്ടാക്കി. ആ മോഡൽ ഏകദേശം വന്നത് നമ്മുടെ സ്പേസിന്റെ, അതായത് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിന്റെ മോഡലിലായിരുന്നു കിട്ടിയത്. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ കിട്ടിയ റിസൾട്ടുകൾ എന്ന് പറയുന്നത്, ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ടെന്നും അതുപോലെ തന്നെ ആറ്റത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ പ്രോട്ടോൺ ഉണ്ടെന്നും അദ്ദേഹം പ്രൂവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇലക്ട്രോൺ ഉണ്ടെന്നുള്ളത് ജെ തോംസണും പ്രൂവ് ചെയ്തിരുന്നു. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം ആറ്റത്തിന് ഒരു സൗരയൂഥ മാതൃകയാണ് കൊടുത്തത്. അതായത് നമുക്കറിയാം സോളാർ സിസ്റ്റത്തിൽ തന്നെ സെന്ററിൽ സൺ ഉണ്ടാവും. സണ്ണിനെ ചുറ്റിക്കൊണ്ട് എന്തുണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്. അപ്പോൾ അതേപോലെയുള്ളൊരു
മോഡലാണ് അദ്ദേഹവും ആറ്റത്തിന് കൊടുത്തത്. സോളാർ സിസ്റ്റത്തെ പോലെ തന്നെ ആറ്റത്തിനും ഒരു സെന്റർ ഉണ്ട്, അത് ന്യൂക്ലിയസ് ആണെന്നും അതുപോലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഉള്ളൊരു കൺസെപ്റ്റ് ആര് കൊണ്ടുവന്നു? റുദർഫോർഡ് കൊണ്ടുവന്നു. ഇവിടെ എന്തും തന്നെ ഉണ്ട്, പ്രോട്ടോൺ, അതായത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ പ്രോട്ടോൺ ന്യൂക്ലിയസിലാണ്, അതുപോലെ തന്നെ ന്യൂട്രോണും ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക പാതയിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ പാകപ്പിഴകൾ കണ്ടുപിടിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്ത്, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് വെച്ച് ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്ത് ഇത് സാവധാനം ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കുകയാണ്. അതായത് ഈ ഇലക്ട്രോണിന് ഒരു എനർജി ഉണ്ട്, ആ എനർജി ഇത് റിവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ എനർജി കുറഞ്ഞ് ഇത് വന്ന് ന്യൂക്ലിയസിലേക്ക് പതിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കുക, സൗരയുധത്തിന്റെ സെന്റർ ആയിട്ട് നമ്മൾ സണ്ണിനെ കൊടുക്കുന്നു, അതിനു ചുറ്റും പ്ലാനറ്റ്സ് ഒരു പ്രത്യേക ഓർബിറ്റിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഓർബിറ്റുകൾക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ട്, അതുകൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഓർബിറ്റിൽ തന്നെ കിടന്ന് അല്ലെങ്കിൽ അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ എനർജി കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവ സണ്ണിലേക്ക് വന്നിടിക്കും. അപ്പൊ പിന്നെ നമുക്ക് സോളാർ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഓരോ പ്ലാനറ്റ്സും സണ്ണിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് വാനിഷ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെയായിരുന്നു റുദർഫോർഡിന്റെ ആറ്റത്തിന്റെ സോളാർ മോഡൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ മോഡൽ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് എന്ത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല? ഇലക്ട്രോണുകൾ എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പാത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങുന്നത് എന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മോഡൽ അനുസരിച്ച് ഇലക്ട്രോൺ കറങ്ങി എനർജി കുറഞ്ഞ് അത് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആറ്റം എന്ന് പറയുന്ന ഒരു മോഡൽ എന്ന് പറയുന്ന അസാധ്യമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മോഡൽ ഒരു ഫ്ലോപ്പായി മാറി, അതായത് അതൊരു പരാജയമായിട്ട് മാറി. കാരണം അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇലക്ട്രോണുകൾ തുടർച്ചയായി ഓർബിറ്റിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മോഡൽ അനുസരിച്ച് ഇലക്ട്രോണുകൾ എനർജി കുറഞ്ഞ് ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആറ്റത്തിന്റെ മോഡലിലേക്ക് ആറ്റത്തെ കൊണ്ടെത്തിച്ചത് നീൽസ് ബോറാണ്. അദ്ദേഹം ഇത്രയും കാലത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച പാകപ്പിഴവുകളെല്ലാം നികത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ സ്ട്രക്ചർ അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്തത്. അതായത് ബോർ പറഞ്ഞത് ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേക സഞ്ചാര പാതയുണ്ട്, ആ പാതയെ അദ്ദേഹം വിളിച്ചിരുന്ന പേരാണ് ഓർബിറ്റ്സ്. ആ ഇലക്ട്രോണിന്റെ പ്രത്യേക സഞ്ചാര പാതയെ അദ്ദേഹം വിളിച്ചിരുന്ന പേരാണ് ഓർബിറ്റ്സ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഷെൽസ് എന്നാണ്. ഷെൽസ്, ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക പാത, ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ഒരു പാതയുണ്ട്, അതിനെ അദ്ദേഹം വിളിച്ചിരുന്ന പേര് ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ഇലക്ട്രോൺ ഇൻ ഈച്ച് ഷെൽ ഹാവ് ഡെഫിനിറ്റ് എനർജി, സോ ഷെൽ ആർ കോൾഡ് എനർജി ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ന്യൂക്ലിയസ് സെൻട്രൽ പാർട്ടായിട്ട് എടുത്തു. അതിനുശേഷം അദ്ദേഹം ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക പാത്ത് കൊടുത്തു. ഈ പാത്തിനെയാണ് നമ്മൾ ഷെൽസ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് എന്ത് റിവോൾവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ആ ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രസ്താവനയിൽ പറയുന്നത്. പിന്നെ അദ്ദേഹം മൂന്നാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞത് റിവോൾവിംഗ് ഇലക്ട്രോൺസ് ആർ ഓൾസോ ഹാവ് പർട്ടിക്കുലർ എനർജി, ഇറ്റ് വിൽ നോട്ട് ഡിക്രീസ് ഓർ ഇൻക്രീസ്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇവിടെയാണ് റുദർഫോർഡിന്റെ മോഡലിന്റെ ഫെയിലിയർ നമുക്ക് മനസ്സിലാവുക. അതായത് റുദർഫോർഡിന് ഒരിക്കലും ഇത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ മോഡൽ അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബോറിന് എന്ത് മനസ്സിലായി? ആ ഇലക്ട്രോണിന് ഒരു പ്രത്യേക എനർജി ഉണ്ടെന്നും അത് കോൺസ്റ്റന്റ് ആണെന്നും അതൊരിക്കലും കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. സപ്പോസ് ഇതിനകത്ത് മറ്റൊരു ഷെല്ല് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയും ഉണ്ട് എന്ത്? ഒരു ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോണിന്റെ എനർജി കൂടി കഴിഞ്ഞാൽ അത് അടുത്ത ഷെല്ലിലേക്ക് പാസ് ചെയ്യും. ഇനി ഈ ഇലക്ട്രോണിന്റെ എനർജി കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴും.
അത് അങ്ങനെ സംഭവിക്കുന്നില്ല. ഈ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അത് കൂടുന്നുമില്ല കുറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ പാത്തില് സറൗണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി? ബോർ മോഡലിന് പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ദ എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് ആസ് ഫാർ ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിൽ നിന്നും ദൂരം കൂടുന്തോറും, ഷെൽസിന്റെ ദൂരം കൂടുന്തോറും അതിന്റെ എനർജി കൂടിയാണ് വരിക എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണും അടുത്തടുത്ത് വരുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് വരുമ്പോൾ അവ തമ്മിൽ എന്തുണ്ടാവാറുണ്ട്, ഒരു അട്രാക്ഷൻ വരാറുണ്ട്. അപ്പോൾ ഈ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ന്യൂക്ലിയസിന് അടുത്ത് കിടക്കുന്ന ഷെല്ലിനായിരിക്കും. അപ്പോൾ ആ ഷെല്ലിനാണ് ഏറ്റവും കുറവ് എനർജി ഉണ്ടാവുക. പിന്നീട് അങ്ങോട്ട് പോകുന്ന ഷെൽസിനെല്ലാം എന്തായിരിക്കും? എനർജി വളരെ കൂടുതലായിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം അവസാനമായി പറഞ്ഞത് shells are numbered as 1, 2, 3, 4, 5 like that with respect to the K, L, M, N, O. അതായത് നമ്മൾ ഷെൽസിന് കൊടുക്കുന്ന പേര് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. K, L, M, N, O എന്ന് പറയുന്ന ഈ ഓർഡറിലാണ്. K, L, M, N, O എന്ന് പറയുന്ന ഓർഡറിലാണ്. അതിന് ഓരോന്നിനും അദ്ദേഹം എന്ത് കൊടുത്തു? 1, 2, 3, 4, 5 എന്ന് പറയുന്ന നമ്പറിങ് കൊടുത്തു. ഈ നമ്പറിങ് നമ്മൾ പഠിക്കണ്ടല്ല, ജസ്റ്റ് അദ്ദേഹം 1, 2, 3, 4 എന്നുള്ള രീതിയിൽ ഒരു നമ്പറിങ് ചെയ്തു എന്ന് മാത്രം. നമുക്ക് അറിയേണ്ടത് ഈ ഷെല്ലിന്റെ പേരുകളാണ്. അതായത് ആദ്യത്തെ ഷെല്ലിനെ നമ്മൾ K എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് L എന്ന് പറയാം. പിന്നെ അങ്ങോട്ടുള്ളത് M, N, O എന്ന് പറയുന്ന ഓർഡറിലാണ് എന്ത് പോകുന്നത്? ഷെൽസ് പോകുന്നത്. ഇത്രയുമാണ് ബോറിന്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹം ന്യൂക്ലിയസിനെ സെൻട്രൽ ആയിട്ട് കൊടുത്തു. അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. റുദർഫോർഡ് പ്രൂവ് ചെയ്ത കാര്യം തന്നെയാണ്. സെൻട്രൽ എന്താണ്? ന്യൂക്ലിയസ് ആണ്. അതുപോലെ ഒരു പാത്ത് അദ്ദേഹം കൊടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് ഉണ്ടാക്കി. ആ പാത്തിനെ അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്. ഷെൽസ് എന്നാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുക. ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഷെൽസിലൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് എന്തുണ്ട്? ഒരു പ്രത്യേക എനർജി ഉണ്ട്. അതൊരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അവിടുന്ന് എജക്ട് ചെയ്ത് അടുത്ത ഷെല്ലിലേക്ക് പോകും, അല്ലെങ്കിൽ അത് അവിടുന്ന് അടുത്ത ഷെല്ലിലേക്ക് ചാടിപ്പോവും. അല്ല, അത് കുറയുകയാണ്, ഇലക്ട്രോണിന്റെ എനർജി കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസിലേക്ക് വരും. ന്യൂക്ലിയസിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആറ്റം മോഡൽ ഇല്ല. അപ്പൊ അത് ന്യൂക്ലിയസിലേക്ക് വരും. പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിന് ഒരു പ്രത്യേക എനർജിയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട്, ഒരിക്കലും അത് കൂടുന്നില്ല കുറയുന്നില്ല. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ഈ പാത്തിൽ തന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഷെൽസിനെ അദ്ദേഹം എന്ത് പേര് കൂടി വിളിച്ചു? എനർജി ലെവൽസ് എന്നുള്ള പേര് കൂടി വിളിച്ചു. കാരണം എന്താ? ഒരു നിശ്ചിത എനർജി ഉണ്ട് ഷെൽസിനും. അപ്പൊ ആ ഷെൽസിനെ അദ്ദേഹം എന്ത് പറഞ്ഞു? എനർജി ലെവൽസ് എന്നുള്ള ഒരു നെയിം കൂടി കൊടുത്തു. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് എന്താ? ന്യൂക്ലിയസിൽ നിന്നും ദൂരേക്ക് പോകുന്തോറും ഷെൽസിന്റെ എനർജി കൂടി വരും. ന്യൂക്ലിയസിൽ നിന്ന് എത്രയും ദൂരം പോകുന്നോ അത്രയും ആ ഷെൽസിന്റെ എനർജി കൂടി വരികയാണ് ചെയ്യുക. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഓരോ ഷെല്ലിനും അദ്ദേഹം ഓരോ പേര് നൽകിയിട്ടുണ്ട്. K, L, M, N, O. അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് നമ്പേഴ്സും നൽകി. K എന്ന് പറയുന്ന ഷെല്ലിന് 1, then 2, 3, 4, 5 എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം നമ്പറിങ് ചെയ്തു. അപ്പൊ ഓരോ ശാസ്ത്രജ്ഞന്മാരും ആറ്റത്തെ കുറിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള മോഡലുകൾ പല രീതിയിലുള്ള അതിന്റെ നിരീക്ഷണങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി പറയുന്നത് ആറ്റം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് ചാർജ് ഉണ്ടോ ഇല്ലേ? ആറ്റം ചാർജ് ഉള്ള ഒരു വസ്തുവാണോ അല്ലേ? ഇത്രയും നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും ആറ്റത്തിന് ചാർജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നിങ്ങളുടെ കൺസെപ്റ്റ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആറ്റത്തിന് ചാർജ് ഉണ്ടാവുമോ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? അതായത് ആറ്റത്തിൽ എന്തൊക്കെ ചാർജ് ഉണ്ട്? പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ ആറ്റത്തിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആറ്റം എന്ന് പറയുന്നത് ഒരു ചാർജ്ലെസ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ആറ്റത്തിൽ എപ്പോഴും തുല്യമാണ്. 2 പ്രോട്ടോൺ ആണ്, 2 പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 2 നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും എന്തിലുണ്ട്? ആറ്റത്തിലുണ്ട്. അപ്പം ആറ്റത്തിന് ചാർജ് ഉണ്ടാവുമോ? കാരണം എന്താ? ഈക്വൽ ചാർജ് 2 സൈഡിലും ഉണ്ട്. ന്യൂക്ലിയസിന് പുറത്തുള്ള പാർട്ടിക്കിളിന് 2
നെഗറ്റീവ് ചാർജും ഉണ്ട്, ന്യൂക്ലിയസിനുള്ളിലുള്ള പാർട്ടിക്കിളിന് 2 പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പോ ഈക്വൽ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് വന്നു. അപ്പൊ എന്തായിരിക്കും ആറ്റം എന്ന് പറയുന്നത്? ചാർജ് ലെസ് ആണ്. ഓർ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. ആറ്റം വൈദ്യുതപരമായി ഉദാസീനം. ഉദാസീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ചാർജ് ഇല്ല, ചാർജ് ലെസ് ആണ് എന്നാണ് പറയുന്നത്. 10 പ്രോട്ടോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ഇലക്ട്രോണും ആറ്റത്തിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അതിന്റെ ചാർജിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് സിമ്പിൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷെ പ്രോട്ടോൺ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ കൊടുക്കാറില്ല. 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോണും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. ആറ്റത്തിന് ചാർജ് ഇല്ല.